2014 പുറത്തിറങ്ങിയ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചിത്രത്തിനെ പറ്റിയാണ്. പേര് പോലെ തന്നെ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഒരു ടൈം ട്രാവൽ പാരഡോക്സ് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ ടെനറ്റ് എന്ന സിനിമയ്ക്കകത്തും ഇതേ പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സും കാഷ്വൽ ലൂപ്പും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഈ ഒരു ചിത്രത്തിനകത്ത് ആ ഒരു പാരഡോക്സിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് പോകാം. വർഷം 1970. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സിറ്റി സെന്ററിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആ ഒരു ബോംബിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വേറൊരു വ്യക്തി വരുന്നുണ്ട്. അതിന്റെ ഫേസ് മാത്രം നമുക്ക് കാണിക്കുന്നില്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസും കൂടാതെ ഒരു വയലന്റ് ഒരു കേസും ഉണ്ട്. എക്സ്പ്ലോസീവ് ബാരിയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോംബിനെ ഇദ്ദേഹം വന്ന് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് പിന്നിൽ വേറൊരു വ്യക്തി വന്ന് ഇദ്ദേഹത്തിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അതേസമയം തന്നെ തിരിച്ച് ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം ഇദ്ദേഹം വന്ന് തിരിച്ച് ആ ഒരു ബോംബ് നോക്കുന്ന സമയത്ത് അതിൽ ഒരു 10 സെക്കൻഡ് പോലും മിച്ചം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു ബോംബിനെ ഡിഫ്യൂസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം നേരെ ആ ഒരു ബാരലിൽ നിന്നും ആ ഒരു ബോംബിനെ എടുത്തു മാറ്റിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ബ്രീഫ് കേസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് വെക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിനുള്ളിൽ തന്നെ ആ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എക്സ്പ്ലോസീവ് ആയിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം വലിയൊരു ബ്ലാസ്റ്റ് ഒന്നും അല്ല ഉണ്ടാകുന്നത്. ചെറിയൊരു ബ്ലാസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും വന്ന തീ നമ്മുടെ ഹീറോയുടെ ദേഹത്ത് കെട്ടി അദ്ദേഹത്തിന്റെ ഫേസ് എല്ലാം ഭയങ്കരധികം കത്തിപ്പോകുന്നു. മുഖമെല്ലാം വല്ലാതെ വെന്തുപോയതിനെ തുടർന്ന് അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. എന്നാൽ ഇദ്ദേഹം ആവട്ടെ എന്തൊരു കാരണം കൊണ്ട് ആ ഒരു വയലന്റ് കേസിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഏങ്ങി വരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേറൊരു വ്യക്തി വരികയും അദ്ദേഹം നേരെ ഈ ഒരു വയലന്റ് കേസ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ വന്ന വ്യക്തിയുടെ ഫേസ് എന്താണെന്നോ ആരാണെന്നോ ഒന്നും കാണിക്കുന്നില്ല. ഹീറോയും പെട്ടെന്ന് തന്നെ ആ ഒരു വയലന്റ് കേസിലുള്ള ഡയല് പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്യുന്നു. അവിടെ കെട്ടിയതിൽ അങ്ങനെയും നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അവന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി ഇങ്ങനെ കിടക്കുകയാണ്. അവന്റെ കംപ്ലീറ്റ് ബോഡിയും ബാൻഡേജ് വെച്ചെല്ലാം ചുറ്റിയിരിക്കുകയാണ്. ആ സമയം ഇവനെ കാണാൻ വേണ്ടി കോർച്ച്യൂട്ട് ഒക്കെ ഇട്ടിട്ട് രണ്ടുപേര് ഇവനെ ഒന്ന് മീറ്റ് ചെയ്യുകയും ഇവന് ഒരു മെഡൽ എല്ലാം പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ ഹെൽപ്പിന് ഒരുപാട് നന്ദി എന്ന് പറയുകയും അത് മാത്രമല്ല നിന്റെ ഫൈനൽ മിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വൈകാതെ വരുന്നൊക്കെ പറഞ്ഞ് ഹീറോയോട് പറയുന്നുണ്ട്. ആ ഒരു ബോംബറിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു ഹീറോ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ബോംബറിനെ പറ്റിയും ബ്ലാസ്റ്റിനെ പറ്റിയും നീ ടെൻഷൻ ആവണ്ട, എന്തായാലും നിന്റെ ഫൈനൽ മിഷൻ വരികയാണ്, അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആ ഒരു ബോംബറിന്റെ കാര്യമൊന്നും ചിന്തിക്കാതെ നീ ഇപ്പൊ നല്ലപോലെ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് പറയുന്നു. നമ്മുടെ നായകൻ ഒരു സീക്രട്ട് ഏജൻസിയിൽ ജോലി ചെയ്യുകയാണെന്നും ആ ഒരു ബോംബറിനെ പിടിക്കാനുള്ളതാണ് ഇവന്റെ ആ ഒരു മിഷൻ എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കാണിക്കുന്ന സമയത്താണ് ആ ഒരു ബോംബറിന് ഫിസൽ ബോംബർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത്. ഈ ഫിസൽ ബോംബർ എന്ന് പറയുന്നത് ഒരു ബ്ലാസ്റ്റിംഗ് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഒരുപാട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ മിഷൻസും ഫെയിലിയർ ആവുകയാണ്. അതായത് ഒരു ഫിസൽ ബോംബറിനെ പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഹീറോ ആ ഒരു ബോംബറിനെ ഫേസ് ടു ഫേസ് വന്നിട്ട് പോലും അവനെ പിടിക്കാൻ പറ്റാതെ പോകുന്നത്. ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിസൽ ബോംബറിന്റെ കാര്യത്തിനെ പറ്റി ടെൻഷൻ ആവേണ്ടെന്നാണ് ആ ഒരു വന്ന ഓഫീസേഴ്സ് ഇവനോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബോംബറിനെ പിടിക്കുന്നതിനേക്കാളും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു മിഷൻ ആയിരിക്കും ഇവന്റെ അവസാന മിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളും ചിന്തിക്കാം. ഉരുകി വെന്തുപോയ ഇവന്റെ ആ ഒരു ഫേസിനെ അവിടെ ഒരു ഡോക്ടേഴ്സ് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവൻ മുമ്പുള്ളതിനേക്കാളും നല്ലതുപോലെ മാറിയിട്ടുണ്ടെന്ന് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ അവൻ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണിക്കുന്നില്ല. ആ ഒരു ഫയർ ആക്സിഡന്റിൽ അവന്റെ ത്രോട്ടിന് നല്ലതുപോലെ ഡാമേജ് ആയതുകൊണ്ട് തന്നെ അവന്റെ വോയിസും ഇപ്പൊ ചേഞ്ച് ആയിരിക്കുകയാണ്. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നായകൻ പണ്ടുണ്ടായിരുന്ന എങ്ങനെയാണോ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അദ്ദേഹത്തിന്റെ വോയിസ് എല്ലാം തന്നെ ഇപ്പൊ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. കുറച്ച് നാളുകളാവുന്നു ഇവനും റിക്കവർ ആവുന്നു. ഇപ്പൊ അവന് ആ ഒരു ഫൈനൽ മിഷന്റെ അവന്റെ ഓർഡർ കിട്ടുകയാണ്. ആ ഒരു മിഷന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഹീറോ ആവട്ടെ അവന്റെ കയ്യിൽ ഒരു ടേപ്പ് റെക്കോർഡ് എടുത്തിട്ട് കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്തോ ആർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ അവൻ റെക്കോർഡ് ചെയ്യുന്നു. ഫൈനൽ മിഷന് വേണ്ടി റെഡി ആയിരിക്കുന്ന നമ്മുടെ നായകനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ ഒരു കോച്ച് വിട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ ഏജൻസിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ എന്തായാലും പാലിച്ചിരിക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മിഷനിൽ നിന്നും ചെറുതായിട്ട് ശ്രദ്ധ തെറ്റിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് നായകനെ കൊണ്ട് ഒരു പ്രതിജ്ഞയെല്ലാം ചെയ്യിക്കുന്നുണ്ട്. അതിനുശേഷം നായകന് ഒരു റിവോൾവറും കൂടെ ആ ഒരു വയലിംഗ് കേസും അവന്റെ കൈ കൊടുക്കുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ ഒരു ബാർ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ നായകൻ ഒരു ബാർ ടെൻഡർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഒരുപാട് ആളുകളൊന്നും വരാത്ത ഒരു ബാറിലേക്ക് ഒരു ദിവസം ഒരു വ്യക്തി വരികയാണ്. ഒറ്റ നോട്ടത്തിൽ ടീനേജിലൊരു ഡിക്കാപ്രിയോ ആണെന്ന് തോന്നി പോകുമെങ്കിലും സത്യമായിട്ടും അല്ല കേട്ടോ. ഇവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പോലെ നമ്മുടെ നായകനും അവനോട് സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമൊക്കെ ഇവനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ നായകനാവട്ടെ സംസാരിച്ച് അവനെ നല്ല കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ എത്തിക്കുന്നു. വന്നവനാട്ടെ ഞാൻ ഒരു റൈറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അൺമാരിഡ് മദർ എന്ന് പറയുന്ന ഒരു പേരിൽ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള മാഗസീൻസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ വനിത എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മാഗസീൻസിൽ ഈ പറയുന്ന കൺഫെഷൻ സ്റ്റോറീസ് എഴുത്തിലാണ് ഇവന്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ നായകനും ആവട്ടെ ആഹാ ഞാൻ നിന്റെ സ്റ്റോറീസ് എല്ലാം വായിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവനാവട്ടെ നിന്നെ കാണുന്ന സമയത്ത് അങ്ങനെയുള്ള ബുക്കൊന്നും വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നു. ഓ പിന്നെ നിങ്ങളെ കണ്ടാൽ പോലും ഇങ്ങനെയുള്ള സ്റ്റോറീസ് എഴുതുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ ഒരു പെണ്ണുങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നല്ല രീതിയിലാണ് കഥയിൽ എഴുതുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് നിന്നെ കൊണ്ട് സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ ചോദിക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നു. എന്റെ സാറ് ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട് ഒരുപാട് വർഷമായി. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരുപാട് വീഡ് ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാം കേട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നിന്റെ സ്റ്റോറി എന്നെ അത്ര അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണോ എത്രക്കുണ്ട് ബെറ്റെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥയാണെങ്കിൽ നിനക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു ബോട്ടിൽ വിസ്കി ഞാൻ തരാന്നൊക്കെ പറഞ്ഞ് ഹീറോ പറയുന്നു. അതിൽ സംബന്ധിച്ച് ഇദ്ദേഹവും കഥ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ചെറുപ്പത്തിൽ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഓർഫനേജിലാണ്
വളർന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ നായകനും നമ്മളും ഷോക്കാവുന്ന രീതിയിൽ എന്ത് ചെറിയ പെൺകുട്ടിയോ, ഞാൻ കേട്ട ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോ ചോദിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞ് തീർക്കട്ടെ, തോക്കി കയറി വെടിയൊക്കെ അത് മൊത്തം കേൾക്കുന്നു പറഞ്ഞിട്ട് ഇദ്ദേഹം കഥ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇദ്ദേഹം ജനിക്കുമ്പോൾ ഒരു പെൺകുട്ടിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇവൻ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഇവനെ ഏതൊരു വ്യക്തി ഈ ഓർഫനേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അവിടെ വെച്ചാണ് ഇവൻ വളരുന്നതല്ല. ആ ഒരു ഓർഫനേജും ആ ഒരു പെൺകുഞ്ഞിന് ജെയിൻ എന്ന് പറയുന്ന പേരിട്ടിട്ട് വളർത്തുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. നമ്മുടെ ജെയിനും വളരുകയാണ്. എന്നാൽ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവള് ഭയങ്കരധികം ആഗ്രഹിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിലെല്ലാം ഭയങ്കരധികം ബ്രില്യന്റ് ആണ് നമ്മുടെ ജെയിൻ. പക്ഷെ എന്താ ചെയ്യുക, ബാക്കിയുള്ള കുട്ടികളോട് ഒരുമിച്ചിരുന്ന് എന്താ പറയാ ഇടപഴകി ജീവിക്കാതെ എല്ലാവരോടും തല്ലുകൂടി പ്രശ്നം ഉണ്ടാക്കി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവള് വളരുന്ന ആ ഒരു ഓർഫനേജിലെ എല്ലാ കുട്ടികളും ഇവളുടെ കൂടെയുള്ള എല്ലാവരെയും ദത്തെടുത്താൽ പോലും ഇവളെ ആരും തന്നെ ദത്തെടുക്കുന്നില്ല. ഇങ്ങനെ എടുക്കുക, കയ്യിലിരിപ്പ് നന്നാവണ്ടേ. വീണ്ടും വർഷങ്ങൾ കടന്നു പോകുന്നു. ഇവള് മെച്യൂർ ആയിട്ട് പോലും തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും താൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുന്ന ആ ഒരു ചിന്തയെല്ലാം തന്നെ ഇവളെ എപ്പോഴും ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പേസ് കോർപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനിൽ നിന്നും ഇവൾക്ക് ഒരു ഓഫർ വരുന്നത്. അതിനെ തുടർന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ജെയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. സ്പേസിലേക്ക് പോകുന്ന ആസ്ട്രോണറ്റ്സിന് വേണ്ടി അവർക്ക് കൂട്ടിന് വേണ്ടി അയച്ചുവിടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ സ്പേസ് കോർപ്പ്. ജീവിതത്തിൽ അധികം സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത നമ്മുടെ ജെയിൻ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഈ പറഞ്ഞ സ്പേസ് ട്രാവലിലേക്ക് സംഭവിക്കുന്ന ഒരു ജോലി അവൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ഒരു ജോലി എങ്ങനെയെങ്കിലും നേടണം എന്ന് പറയുന്ന വാശി അവൾക്കുള്ളിലേക്ക് വരികയാണ്. വെറുതെ ആരും തന്നെ എടുക്കുന്നില്ലോ. അതിനെ തുടർന്ന് സ്പേസ് കോർപ്പും ഒരുപാട് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഈ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതിലെല്ലാ ടെസ്റ്റിലും നമ്മുടെ ജെയിൻ ഭയങ്കരധികം ബെസ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചോട്ടയിലെ ചില്ലും ചോട്ടല വരെ എന്നൊക്കെ പറയുന്ന പോലെ ഇവൾ അവിടെ ചെന്നിട്ടും പെണ്ണുങ്ങളുമായിട്ടൊക്കെ എന്താ പറയുക അടിപിടിയൊക്കെ ഉണ്ടാക്കി വൻ വിഷയമാക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സ്പേസ് കോപ്പിൽ നടത്തിയ ഫുൾ ബോഡി ചെക്കപ്പിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഉണ്ടെന്ന രീതിയിൽ കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ ഇന്റർസെക്സ് എന്നാണ് പറയപ്പെടാറ്. ഇങ്ങനെ ഇന്റർസെക്സ് ആയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ജോലിക്ക് അവർ ക്വാളിഫൈ ആവത്തില്ല. എന്നാൽ ഇവളൊരു ഇന്റർസെക്സ് ആണ് എന്ന് പറയുന്ന ഒരു വസ്തുത ഇവളോട് പറയാതെ അവർ റോബർട്ട്സൺ മറിക്കുന്നു. പകരം ഇവൾ മറ്റു പെൺകുട്ടികളോട് തല്ലുകൂടി എന്ന് പറഞ്ഞിട്ട് അവളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അയച്ചു വിടുന്നു. വീണ്ടും ജെയിൻ തിരിച്ച് ഓർഫനേജിലോട്ട് പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് ആവുന്നു. അതിനെ തുടർന്ന് വേറൊരു വഴിയും ഇല്ലാതെ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്യാൻ വേണ്ടി അവൾ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ നാളുകൾ പോകുന്നു. അവൾ ആ ഒരു വീട്ടുജോലിയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈവനിങ് ആവുന്ന സമയത്ത് ഈവനിങ് കോളേജിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവളുടെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരുന്നത്. അവനും ഇവളോട് യാദൃശികമായിട്ട് മീറ്റ് ചെയ്താണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇടപഴകുന്നു. അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും പ്രണയത്തിലും ആവുകയാണ്. ഇങ്ങനെ ഇവരുടെ പ്രണയ ദിവസങ്ങളെല്ലാം കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഇവളുടെ ലവർ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പോയവനാവട്ടെ തിരിച്ച് ഇവളുടെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല. കാണുന്ന നമ്മൾക്ക് കാര്യം കഴിഞ്ഞതും അവൻ സ്കൂട്ട എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നാൽ അവൻ കാരണം ഇവള് പ്രഗ്നന്റ് ആവുന്നു. സോ ഒബ്വിയസ്ലി അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വീട്ടിൽ നിന്നും ഇവളെ പറഞ്ഞു വിടുന്നു. നിറവേറുമായിട്ട് ആരെങ്കിലും ജോലി നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. സോ അവരും പറഞ്ഞു വിടുന്നു. വീണ്ടും മറ്റൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വരുന്ന നമ്മുടെ റോബർട്ട്സൺ ഇവള് പ്രഗ്നന്റ് ആയി അറിഞ്ഞതിനെ തുടർന്ന് ആ ജോലി ഓഫർ ചെയ്യാൻ മടിച്ച് അവിടുന്ന് പോകുന്നു. ഏതൊക്കെയോ ട്രസ്റ്റിന്റെ സഹായത്തോടെ ഇവളും ആ ഒരു ഡെലിവറി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അവളുടെ ഡെലിവറിയും കഴിയുന്നുണ്ട്. അവൾ ഒരു പെൺകുട്ടിക്ക് ജനനം കൊടുക്കുന്നു. എന്നാൽ ഡെലിവറി നടക്കുന്ന സമയത്ത് ഇവളുടെ ബോഡിയിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോയതിനെ തുടർന്ന് അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫീമെയിൽ ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്യേണ്ട ഒരു സ്ഥിതി ആവുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പോലും ഇവളോട് അവൾ ഒരു ഇന്റർസെക്സ് ആണെന്ന് പറയുന്ന ഒരു വസ്തുത പോലും പറഞ്ഞു കൊടുക്കുന്നത്. ഇനി കുറച്ച് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നിന്നെ പൂർണ്ണമായിട്ടും ഒരു ആണാക്കി മാറ്റാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ ഷോക്കായി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാവുന്നു. അവൾക്കും വേറൊരു വഴിയും കാണുന്നില്ല. അവൾ ആ ഒരു ഓപ്പറേഷനും തയ്യാറാവുന്നു. അറ്റ്ലീസ്റ്റ് കൂട്ടിന് തന്റെ കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു ആശ്വാസത്തിൽ അവൾ ഇരിക്കുകയായിരുന്നു. എന്നാൽ അതും ഒരുപാട് നാൾ നീണ്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ഇവളും കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് അവൾക്ക് ആ ഒരു കുട്ടിയെ തിരിച്ച് ലഭിക്കുന്നില്ല. മൊത്തത്തിൽ ജീവിതത്തിന് വെറുത്തുപോയി നമ്മുടെ ജെയിൻ ആ ഒരു ആണായിട്ട് മാറുന്ന ഒരു ഓപ്പറേഷനും തയ്യാറാവുന്നു. അങ്ങനെ അവസാനം അവളിൽ നിന്നും അവനായി മാറുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്പേസ് കോപ്പിൽ ചെന്നിട്ട് ഇന്ന പോലെ വല്ല ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നു. എന്നാൽ അവരാവട്ടെ പെണ്ണായിരുന്നവൻ ആണായിട്ട് മാറിയതാണ് എന്ന് പറയുന്ന ഒരു വസ്തുത മനസ്സിലാക്കി അവനെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷമാണ് കൺഫ്യൂഷൻ സ്റ്റോറീസിന്റെ ആ ഒരു ഐഡിയ വന്നിട്ട് ഇന്ന പോലെ അൺമാരിഡ് മദർ എന്ന് പറയുന്ന പേരിൽ അവൻ സ്റ്റോറീസ് എല്ലാം എഴുതാൻ വേണ്ടി തയ്യാറാവുന്നു. ഇങ്ങനെ തന്റെ ജീവിതത്തിന്റെ ആ ഒരു കഥ നമ്മുടെ നായകനോട് ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. തന്റെ ശരീരത്തിനോടുണ്ടായിരുന്ന വെറുപ്പും ആ ഒരു സൊസൈറ്റി അവളെ ട്രീറ്റ് ചെയ്ത വിധത്തിലുള്ള ആ ഒരു ദേഷ്യവും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ആ ഒരു ഫിസിൽ ബോംബർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാളെ ഫേവർ ചെയ്യുന്ന രീതിയിൽ അയാൾ ശരിയാണ് എന്ന രീതിയിൽ ആ ഒരു സംഭാഷണം മാറുന്നുണ്ട്. ഇത് കാണുന്ന നമ്മൾ പോലും ഇവനാണോ ഇനി ആ ഒരു ഫിസൽ ബോംബർ എന്ന് വരെ ചിന്തിച്ചു പോകും. ഇതെല്ലാം കേട്ട ശേഷം നമ്മുടെ നായകനാവട്ടെ എന്തായാലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബെറ്റിൽ നീ ജയിച്ചു. എന്തായാലും നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആ ഒരു വിസ്കിയുടെ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ അവന്റെ കൊടുക്കുന്നു. അതിനുശേഷം നായകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവനോട്. എന്താണെന്നാൽ നിനക്കൊരു കൈക്കുഞ്ഞിനെ തന്ന് നിന്നെ ആ ഒരു മഞ്ചിച്ചിട്ട് പോയ അവനെ ഞാൻ കണ്ടെത്തി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നാൽ നീ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. അവനോട് ചോദിക്കുന്നു. നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ അവനെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഹീറോ വീണ്ടും ചോദിക്കുന്നുണ്ട്. നായകൻ എന്തോ കളിയായിട്ട് പറയണം എന്ന രീതിയിലാണ് ഇവൻ ചിന്തിക്കുന്നത്. അതിനുശേഷം വീണ്ടും നായകൻ ചോദിക്കുകയാണ് നീ പെണ്ണായിരിക്കുന്ന സമയത്ത് നിന്റെ പേര് ജെയിൻ ആണെന്ന് പറഞ്ഞു. നീ ഇപ്പൊ ആണായിട്ട് മാറിയില്ല. നിന്റെ പേര് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. ആ പേര് ജോൺ ആണോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്നു. ഇത് കേട്ട് ഇദ്ദേഹം ആവട്ടെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോകും. എന്താണെന്നാൽ ശരിക്കും അദ്ദേഹം മാറ്റിയ പേരെന്ന് പറയുന്നത് ജോൺ തന്നെയാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മുടെ ജോൺ ഒരിക്കലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നീ
ആരാണെന്നൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ജോൺ ചോദിക്കുന്നു. ഇവിടെ ഞാൻ ആരാണെന്ന് പറയുന്നതൊന്നും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമല്ല. ഞാൻ നിന്റെ മുമ്പിലേക്ക് നിന്നെ വഞ്ചിച്ചവനെ കൊണ്ടിട്ട് തരും. അവന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജോൺ ചോദിക്കുന്ന സമയത്ത് നായകൻ പറയുന്നു, ഒന്നും വേണ്ട, ഞാൻ ചെയ്യുന്ന ജോലിയിലേക്ക് നീ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുന്നു. സപ്പോസ് നിനക്ക് ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിക്കും, എനിക്കൊരു പ്രശ്നമില്ല. അതിന് മാത്രം എന്താണ് ജോലി എന്ന് പറഞ്ഞ് ജോൺ ചോദിക്കുന്നു. അതിന് നായകനാവട്ടെ അത് ഞാൻ പറയുന്നതിനേക്കാളും റോബർട്ട്സൺ പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഇവനോട് പറയുന്നു. അപ്പോഴാണ് ഹീറോ നമ്മുടെ റോബർട്ട്സിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പറയുന്ന വസ്തുത നമ്മുടെ ജോണിനും കൂടാതെ നമുക്ക് പറയുന്നത്. അതിനുശേഷം ജോണിനെ ആ ഒരു ബാറിന്റെ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മുടെ ആ ഒരു നായകൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു വയലിൻ കേസ് അവിടെ ഇരിപ്പുണ്ട്. ജോലി വരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്താ വയലിൻ വായിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ജോൺ ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ നായകനാവട്ടെ ആ ഒരു വയലിൻ കേസിലുണ്ടായിരുന്ന ആ ഒരു ഡയലിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു വയലിൻ കേസ് എടുത്തുകൊണ്ട് നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് ഈ നായകൻ വരുന്നു. ഇത് വെറും ഒരു വയലിൻ കേസ് അല്ല, ഇതൊരു ടൈം മെഷീൻ ആണെന്ന് നമ്മുടെ ആ ഒരു നായകൻ പറയുന്നു. ഇതുവരെ ജോണിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ നായകനാവട്ടെ ആ ഒരു പെട്ടി കൊണ്ട് നമ്മുടെ ജോണിന്റെ അടുത്ത് വന്നിട്ട് അതിനകത്ത് ഒരു ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്യുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും പെട്ടെന്ന് അവിടുന്ന് ഡിസപ്പിയർ ആവുന്നു. പെട്ടെന്ന് തന്നെ വേറൊരു റൂമിൽ അവർ അപ്പിയർ ആവുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു റൂം മാറിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ പകലുമാണ്, രാത്രിയുമല്ല. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് 1961 വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ പറയുന്നു. ഇത് കേട്ട് ജോൺ അവിടെ പെട്ടെന്ന് തന്നെ വെളി വന്ന് നോക്കുന്നുണ്ട്. അവിടെ വെളിച്ചം, അതായത് സൂര്യനെ എല്ലാം കാണുന്നു. ജോൺ ബാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന നൈറ്റ് ടൈം ആയിരുന്നു, ഇപ്പൊ അത് രാവിലെ ആയിരിക്കുന്നു. സോ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഈ ഒരു നായകൻ പറയുന്നത് സത്യമാണെന്ന് പറയുന്ന വസ്തുത നമ്മുടെ ജോൺ തിരിച്ചറിയുന്നു. അത് മാത്രമല്ല നമ്മുടെ നായകനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു ടെമ്പോറൽ ഏജന്റ് ആണ്, അതായത് ടൈം മെഷീൻ യൂസ് ചെയ്യുന്ന ഒരു ടൈം ഏജന്റ് ആണ് ഇദ്ദേഹം. ഇവൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പോറൽ ബ്യൂറോ എന്ന് പറയുന്ന ഒരു പ്രീ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു കുറ്റം അഥവാ അല്ലെങ്കിൽ ഒരു കൃത്യം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ പോയി തടയുക. ഇതേ കാര്യം നമ്മുടെ സ്റ്റീഫൻ സ്പീൽബർഗിന്റെ മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ടോം ക്രൂസിന്റെ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഉള്ളതുപോലെ അല്ല, അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു പ്രീ ക്രൈം ഡിപ്പാർട്ട്മെന്റ് അല്ല ഇതിനകത്ത് കംപ്ലീറ്റ് ടൈം ട്രാവൽ ആണ്. അതിൽ കുറ്റം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുമ്പായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. എന്നാൽ ഇവരാവട്ടെ നടന്നു കഴിഞ്ഞൊരു സംഭവത്തിനെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് പോയിട്ട് അതിനെ തടയുന്നു. സോ ഇവരുടെ ടീമിൽ മൊത്തം 11 ടെമ്പോറൽ ഏജൻസ് ഉണ്ട്. 1981 ടൈം മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ട്രാവൽ കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് 1981 നിന്നും 53 വർഷം മുമ്പോട്ടോ അല്ലെങ്കിൽ 53 വർഷം പിൻപോട്ടും ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. ആൾറെഡി നടന്നു കഴിഞ്ഞ് ഈ പറയുന്ന വലിയ വലിയ ബ്ലാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വലിയ വലിയ കുറ്റകൃത്യങ്ങളെല്ലാം ഈ പറയുന്ന ന്യൂസിൽ നിന്നും റിപ്പോർട്ടേഴ്സിൽ നിന്നും എല്ലാം എടുത്തിട്ട് അത് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്ന് ആ ഒരു കൃത്യം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ തടയുക എന്നതാണ് ഈ ഒരു ടെമ്പോറൽ ഏജൻസിന്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത്. 1970 ഏപ്രിൽ നടന്ന ഒരു സ്ഫോടനത്തിന് തടയാൻ വേണ്ടി പോയ നമ്മുടെ നായകന്റെ ആ ഒരു മിഷനാണ് നമ്മൾ ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബ്ലാസ്റ്റ് തടയാൻ സാധിച്ചെങ്കിൽ പോലും അത് വെച്ച് ആ ഒരു ബോംബറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ നായകന് സാധിക്കുന്നില്ല. 1970 രക്ഷപ്പെട്ട ആ ഒരു ബോംബർ മാർച്ച് 1975 ന്യൂയോർക്കിൽ ഒരു വലിയ ബ്ലാസ്റ്റ് നടത്താൻ പോവുകയാണ്. ആ ഒരു ബ്ലാസ്റ്റിൽ 11,000 പേര് മരണമടയാനും പോകും. ആ ഒരു ബോംബറിനെ എങ്ങനെയെങ്കിലും തടയണം എന്നതാണ് നമ്മുടെ നായകന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ബോംബറിന്റെ കാര്യം നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവനെ ഇവന്റെ ഈ ഒരു ഫൈനൽ മിഷന് വേണ്ടി അയച്ചുവിട്ടിരിക്കുന്നത്. ഇതിന് മാത്രം എന്ത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മിഷൻ ഉണ്ടെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവുന്നതേ ഉള്ളൂ. ജോണിന്റെ അടുത്തിട്ട് ഈ ഒരു ടൈം ട്രാവലിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവന്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കുന്നു. ഇന്നാണ് നമ്മുടെ ജെയിൻ അവളെ ചീറ്റ് ചെയ്ത അവന്റെ ആ ഒരു ലവറിനെ മീറ്റ് ചെയ്യുന്ന ഒരു ദിവസം. സോ അവൻ ജെയിനെ മീറ്റ് ചെയ്യുന്നത് തടയുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ നമ്മുടെ ജോണിനെ നായകൻ പറഞ്ഞു വിടുന്നു. അതിനുശേഷം നായകനും വേറെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ജോൺ ആവട്ടെ ആ ഒരു ജെയിൻ പഠിക്കുന്ന ആ ഒരു കോളേജിലേക്ക് പോവുകയാണ്. അവിടെ ഇവൻ കണ്ടത് ജെയിനെ പറ്റിച്ച ആ ഒരു ലവറിനെ അല്ല, പകരം നമ്മുടെ ജെയിനെ തന്നെയാണ്. സോ ഓഫ് കോഴ്സ് അവളെ ചീറ്റ് ചെയ്ത ആ ഒരു ബോയ് ഫ്രണ്ട് വേറെ ആരുമല്ല, നമ്മുടെ ജോൺ തന്നെയാണ്. അതായത് ജെയിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് അവളെ പറ്റിച്ചിട്ട് പോയ ആ ഒരു ബോയ് ഫ്രണ്ട് വേറെ ആരുമല്ല, പെണ്ണ് ആണായിട്ട് മാറിയ ഈ പറയുന്ന ജോൺ എന്ന ഇവളുടെ തന്നെ ഫ്യൂച്ചർ സെൽഫാണ്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള കാരണം നിൽക്കുന്നത് ഇവനെ, അതായത് നമ്മുടെ ജോണിനെ ടൈം ട്രാവൽ ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ നായകനാണ്. ജെയിൻ താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ ജോണിന് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്രമാത്രം അനുഭവിച്ചിട്ടും അത് മതിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സോ ഇവഞ്ചലി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു, ഇടപഴകുന്നു, അവരുടെ ഇടയിൽ പ്രണയമാവുന്നു. ഇതിനു മുമ്പായിട്ട് ആ ഒരു ആണാവുന്ന ആ ഒരു സർജറി കഴിഞ്ഞ ശേഷം അവൾ കണ്ണടി നോക്കിയ സമയത്ത് തന്നെ ആ ഒരു വഞ്ചിട്ട് പോയ ആ ഒരു ബോയ് ഫ്രണ്ടിനെ പോലെ അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് അവളുടെ ആ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം എന്ന് പറഞ്ഞ് അവൾ അതിനെ തള്ളിക്കളഞ്ഞു. ബട്ട് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നില്ല, അതൊരു സത്യമായിരുന്നു. ഇവിടെ നമ്മുടെ ജെയിനും ജോണും അങ്ങനെ ഒരു റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആവട്ടെ ടൈം ട്രാവൽ ചെയ്ത് നേരെ 1970 പോവുകയാണ്. അതായത് അന്ന് ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത ആ ഒരു ദിവസത്തേക്ക്. എന്നാൽ ഇപ്രാവശ്യം ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവുന്നതിന്റെ കുറച്ചും കൂടെ മുമ്പായിട്ടാണ് അവൻ എത്തിയിരിക്കുന്നത്. അവിടെ ആ ഒരു ഫിസൽ ബോംബർ ആവട്ടെ ആ ഒരു ബോംബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഷൂട്ട് ഔട്ട് വരെ നടക്കുന്നുണ്ട്. ഓടി ഒളിയുന്ന നമ്മുടെ ബോംബർ ആവട്ടെ ഇവനെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നു. കുറച്ചേരം കഴിഞ്ഞ് എഴുന്നേക്കും നമ്മുടെ നായകനാവട്ടെ ആ ഒരു ബോംബ് സ്ഥലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ അവൻ കാണുന്നത് മുഖമെല്ലാം വെന്തുരുകി പോയിരിക്കുന്ന ഇവരുടെ തന്നെ വേറൊരു സെൽഫിനെയാണ്. അന്ന് അവന്റെ അടുത്തേക്ക് ആ ഒരു വയലിൻ കേസ് വെച്ചു കൊടുത്ത ആ ഒരു വേറൊരു വ്യക്തി വേറെ ആരുമല്ല, ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഇവന്റെ തന്നെ സെൽഫായിരുന്നു. ആ വയലിൻ കേസ് എടുക്കുന്ന ഇവന്റെ പാസ്റ്റ് സെൽഫ് 1992 ഡയൽ ചെയ്ത ശേഷം അവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നു. സോ ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ നായകന് ആ ഒരു പ്ലാസ്റ്റിക് സർജറി എല്ലാം നടന്നത് 1992. ഇതേ
അതേസമയം ഇവിടെ ആവട്ടെ നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫ് ഉണ്ടല്ലോ ഇവന്റെ നായകന്റെ, അദ്ദേഹം ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത ശേഷം അവിടുന്ന് ആ ഒരു ബോംബിന്റെ ചെറിയ പീസസ് എല്ലാം അദ്ദേഹത്തിന്റെ കൈ കിട്ടുന്നു. അതെടുത്ത് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് അദ്ദേഹം പോകുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഈ പറയുന്ന ജോൺ ഉണ്ടായിരുന്ന 1963 പോകാതെ അടുത്ത വർഷമായിട്ടുള്ള 1964 പോകുന്നു. അപ്പൊ നായകൻ ഒരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ റോബർട്ട്സൺ വരുന്നു. അദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായകൻ സെക്കൻഡ് ടൈം ആ ഒരു ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തേക്ക് പോയതുകൊണ്ട് തന്നെ അതൊരു ഇല്ലീഗൽ ജമ്പ് ആയിരുന്നു. അതായത് അത് അവന്റെ മിഷനെ അല്ലായിരുന്നു. അതിനെ തുടർന്ന് റോബർട്ട്സൺ നീ ഇതുപോലെ എത്രമാത്രം ഇല്ലീഗൽ ജമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നായകനോട് ചോദിക്കുന്നു. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഏജൻസിയുടെ വെളിയിൽ ജോലി ചെയ്യാനും ആരെങ്കിലും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോബർട്ട്സണും പറയുന്നുണ്ട്. അതിനുശേഷം നായകനെ കിട്ടിയ ആ ഒരു ബോംബിൻ ടൈമർ ഉണ്ടായിരുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ, അത് നമ്മുടെ റോബർട്ട്സിന്റെ കയ്യിൽ നമ്മുടെ നായകൻ കൊടുക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഉള്ള സ്ഥലം ഒരു ഹോസ്പിറ്റലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവിടേക്ക് നമ്മുടെ നായകൻ വന്നിരിക്കുന്നത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതെ, നിങ്ങൾ ഗസ് ചെയ്ത് ശരി തന്നെയാണ്. നമ്മുടെ നായകനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ജെയിന്റെ കുട്ടിയാണ്. ആ ഒരു കുട്ടി എഴുതിട്ട് അവൻ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1943 ഒരു ഓർഫനേജിന്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. പെൺകുട്ടിയായിരുന്ന നമ്മുടെ ജെയിൻ അവളുടെ തന്നെ ഫ്യൂച്ചർ സെൽഫായ ആണായിട്ട് മാറിയ ജോണുമായിട്ട് ഇടപഴകി അവർക്കൊരു കുട്ടി ജനിക്കുന്നു, ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ നായകൻ തട്ടിക്കൊണ്ടുപോകുന്നത്. ശേഷം നായകൻ ഈ ഒരു പെൺകുട്ടി നേരെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോകുന്നു. സോ ആ ഒരു പെൺകുട്ടിയാണ് ജെയിൻ. സോ ആഗമനത്തിൽ പറയുന്ന സമയത്ത് ജെയിനുമായിട്ട് ഇടപഴകി ജെയിനെ തന്നെ പ്രസവിച്ചെടുക്കുന്നു. എന്ത് തേങ്ങ ഈ പറയണ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ടൈം ട്രാവൽ പാരഡോക്സ്. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ മനസ്സിലായാലും കുഴപ്പമില്ല, ഞാൻ അവസാനം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയ ഒരു കുട്ടിയെ ഓർഫനേജ് വിട്ട ശേഷം അവിടുന്ന് നമ്മുടെ നായകൻ ടൈം ട്രാവൽ ചെയ്യുന്നു. ഇപ്രാവശ്യം 1963 പോയിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ജോണിനെ നായകൻ മീറ്റ് ചെയ്യുന്നു. ജെയിനെ ഞാൻ മീറ്റ് ചെയ്യാനുള്ള കാരണം നീ ആയിരുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോൺ ഭയങ്കര ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ഗണ്ണി ചൂണ്ടി ഭീഷണിപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ നായകൻ പറയുന്നു ഇത് ഇന്നവെറ്റബിൾ ആണെന്ന് പറയുന്നു. അതായത് ഇതൊന്നിനെ തന്നെ നമുക്ക് തടയാൻ സാധിക്കില്ല. ജോണിന് നമ്മുടെ ജെയിനെ വിട്ടിട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. പക്ഷെ അവൻ തീർച്ചയായിട്ടും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോയേ പറ്റുള്ളൂ. എന്തെന്നാൽ ഇതിനുശേഷം നമ്മുടെ ജോൺ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ജനങ്ങളെ രക്ഷിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായകൻ പറയുന്നു. അതിനെ തുടർന്ന് ജോണും ഹീറോയും നമ്മുടെ ആ ഒരു ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും വരുന്നുണ്ട്. ഇപ്രാവശ്യം 1963 നിന്നും 1985 വന്നിരിക്കുന്നു. 22 വർഷം ഒറ്റയടിക്ക് ജമ്പ് ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ജോൺ അൺകോൺഷ്യസ് ആവുകയാണ്. അതിനുശേഷം നായകൻ റോബർട്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റോബർട്ട്സൺ പറയുന്നു നീ തന്ന എവിഡൻസ് വെച്ചിട്ട് ഫിസിൽ ബോബറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസിനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറയുന്നു. ഇപ്പൊ ജോണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതോടെ നമ്മുടെ നായകന്റെ മിഷൻ തീരുന്നു. ടെമ്പോറൽ ഏജൻസ് എല്ലാവരും ജോലിയിൽ നിന്നും രാജിവെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഏത് വർഷമാണോ അവർ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു വർഷത്തേക്ക് അവർക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റും. വൺസ് അവർ ആ ഒരു ടൈം ട്രാവൽ ചെയ്ത ഒരു വർഷം എത്തിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഒരു ടൈം മെഷീൻ ഡീകമ്മീഷനായിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ടായി മാറും. നമ്മുടെ നായകന്റെ അവസാനത്തെ മിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജെയിനെ ജോണുമായിട്ട് മീറ്റ് ചെയ്തിട്ട് അവർക്ക് രണ്ടുപേർക്ക് ഉണ്ടാകുന്ന കുട്ടിയെ നേരെ ഓർഫനേജിൽ കൊണ്ട് കൊടുക്കുക എന്നതാണ്. ആ ജോലി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയതിനെ തുടർന്ന് ഇപ്പോൾ ഇവൻ റിട്ടയർ ആവേണ്ട സമയമാണ്. ഇവിടെ നമ്മുടെ നായകൻ റിട്ടയർ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു വർഷം എന്ന് പറയുന്നത് ആ ഒരു ഫിസൽ ബോംബർ ഏറ്റവും വലിയ ബ്ലാസ്റ്റിംഗ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന 1975 നായകന്റെ കയ്യിലേക്ക് റോബർട്ട്സൺ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ഒരു ഫിസൽ ബോംബറിനെ പറ്റിയുള്ള ആ ഒരു ലിങ്ക്സും ആ ഒരു എവിഡൻസ് എല്ലാം അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദെൻ റോബർട്ട്സണും അവിടുന്ന് പോവുകയാണ്. ശേഷം റെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് ഒരു ടേപ്പ് റെക്കോർഡറുമായിട്ട് നമ്മുടെ ആ ഒരു നായകൻ വരികയും അത് അവിടെ വെക്കുന്നുണ്ട്. നായകൻ സിനിമയിലുടനീളം ഇടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ ഈ പറയുന്ന ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് ജോണിന് കൊടുക്കാൻ വേണ്ടി ഇവൻ റെക്കോർഡ് ചെയ്ത അതേ റെക്കോർഡർ തന്നെയായിരുന്നു. ശേഷം നായകനും ടൈം ട്രാവൽ ചെയ്ത് 1975 വരികയാണ്. അവിടെ ചെന്നതിന് ശേഷം അവന്റെ ആ ഒരു ടൈം മെഷീൻ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് എറർ എന്ന രീതിയിൽ കാണിക്കുന്നു. അവനെ കൊണ്ട് ഇത് മാനുവലി ഡീകണ്ടീഷൻ ചെയ്യാനും സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ റോബർട്ട്സൺ കൊടുത്ത ആ ഒരു ഫയൽസ് എല്ലാം നമ്മുടെ നായകൻ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഇതിന് ഈ ഒരു ഫയൽസ് എന്റെ തന്നിരിക്കുന്നതെന്ന് പറയുന്ന ഒരു വസ്തുത ഇപ്പോഴാണ് നമ്മുടെ നായകൻ തിരിച്ചറിയുന്നത്. ആ ഫയൽ നോക്കുന്ന സമയത്താണ് ആ ഒരു ബോംബർ ആ ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ലോണ്ടറിക്ക് വന്നിട്ടുണ്ടെന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇത് കാണുന്ന നമ്മുടെ നായകന്റെ ഉള്ളിലും ഇന്ന പോലെ ആ ഒരു ബോംബറിനെ എങ്ങനെയെങ്കിലും തടയണം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വിട്ടുപോകുന്നില്ല. സോ അതിനെ തുടർന്ന് ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ നായകനും ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുന്ന സമയത്താണ് വേറൊരു ട്വിസ്റ്റ്. ഇത്രയും നേരം കണ്ട ട്വിസ്റ്റും പോരാത്തതിന് അവിടെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്നാൽ ഈ പറഞ്ഞ നമ്മുടെ നായകന് തന്നെ വേറൊരു സെൽഫാണ് അവിടെ ആ ഒരു ഫിസൽ ബോംബർ ആയിട്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇത്രയും നേരം നായകൻ എന്ന് പറഞ്ഞ ഇവൻ തന്നെയാണ് ഈ ഒരു വില്ലൻ ആയിട്ടുള്ള ആ ഒരു ഫിസൽ ബോംബറും. അത്ഭുതപ്പെട്ട് നിന്ന് പോകുന്ന നമ്മുടെ നായകനും നീയാണോ ആ ഒരു ഫിസൽ ബോംബർ എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. ഞാൻ ചെയ്ത ബ്ലാസ്റ്റിംഗിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ നിനക്കറിയില്ല. ഞാനത് ചെയ്തത് മൂലം ഒരുപാട് നടക്കാൻ പോകുന്ന വലിയ വലിയ ആ ഒരു കൃത്യങ്ങളാണ് തടയപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ടൈം മെഷീൻ യൂസ് ചെയ്ത് ഇദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് നല്ലപോലെ ഫ്യൂച്ചറിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നടന്നു കഴിഞ്ഞ ഒരുപാട് ഇൻസിഡൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇദ്ദേഹം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്ത കൊലയാളികളെ അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽസിനെയാണ് ഇവൻ ഈ ഒരു ബ്ലാസ്റ്റിംഗ് മൂലം കൊന്നിരിക്കുന്നത്. ഈ ഒരു ഫിസൽ ബോംബർ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ ഒരു ടെമ്പോറൽ ഏജൻസിയും കൂടെ നമ്മുടെ റോബർട്ട്സണുമാണ്. ഫിസൽ ബോംബറിന്റെ കേസെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടെമ്പോറൽ ഏജൻസിയും കൂടാതെ ഈ പറയുന്ന നമ്മുടെ നായകനെല്ലാം അവരുടെ ഫീൽഡിലെല്ലാം ബെസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം നമ്മുടെ റോബർട്ട്സൺ ഈ പറയുന്ന ആ ഒരു ഡീറ്റെയിൽസും കൂടാതെ ഡീകമ്മീഷൻ ആവാത്ത ഒരു ടൈം മെഷീനും നമ്മുടെ നായകന്റെ കൈ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നായകൻ ഈ ഒരു ഫിസൽ ബോംബറിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവനും വൈകാണ്ട് തന്നെ ആ ഒരു ഫിസൽ ബോംബറായി മാറും. അതായത് ഇവൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഇവനെ മെല്ലെ മെല്ലെ ആ ഒരു ഫിസൽ ബോംബറാക്കി മാറ്റും. ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്നെ ഇവിടെ വെറുതെ വിട്ട് പോയാൽ മാത്രമാണ് സാധിക്കുമെന്ന് ഫിസൽ ബോംബർ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിന്നെ പോലെ
ഒരിക്കലും ഒരു തീവ്രവാദി ആവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ ആ ഒരു ഫിസൽ ബോംബറിനെ ഷൂട്ട് ചെയ്യുന്നു. സോ നാച്ചുറലി വീണ്ടും ആ ഒരു ലൂപ്പിൽ നമ്മുടെ നായകൻ പെട്ടുപോകുന്നു. ഇവൻ ആ ഒരു ഫിസൽ ബോംബർ മാത്രമല്ല, ഇവൻ ആ ഒരു ചേർത്ത് വിട്ട ആ ഒരു ജോൺ പോലും ഇവനാണ്. അതായത് ഫിസൽ ബോംബറിനെ തടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ ആ ഒരു തീപുളലേറ്റ് അവന്റെ ഫേസ് എല്ലാം ഭയങ്കര ഡാമേജ് ആവുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷമാണ് അവന്റെ ഫേസും ആ ഒരു സൗണ്ട് എല്ലാം മാറുന്നത്. അതിനുശേഷമാണ് ജോണിനെ മീറ്റ് ചെയ്യുന്നതും ജോണിനെ ജെയിനോട് മീറ്റിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജെയിന് കുട്ടി ഉണ്ടാവുന്നു, ആ ഒരു കുട്ടി നേരെ ആ ഒരു ഓർഫനേജിൽ പോകുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും നടക്കുന്നു. സോ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ പോയി കഴിഞ്ഞാൽ ജോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ ഇല്ലാതാവും. സോ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഓരോ പ്രാവശ്യം നമ്മുടെ ജോൺ ഈ പറയുന്ന ഫിസൽ ബോംബറായിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള ലൂപ്പിന്റെ പേരാണ് കോഷ്യൽ ലൂപ്പ്. ടെമ്പോറൽ ഏജൻസി എന്ന ഒരു പ്രീ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെങ്കിലും അതുമൂലം ഒരുപാട് കുറ്റകൃത്യങ്ങളെല്ലാം തടയണമെങ്കിലും ജോൺ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാനാകാതെ ഇതിനകത്ത് തന്നെ പെട്ടുപോകണം. ലൈക്ക് സ്വന്തം വാല് തന്നെ കടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പിനെ പോലെ. എന്നാൽ ഈ ഒരു ജോൺ എന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു എന്താ പറയുക ഒറിജിൻ ഏതാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ താൻ തന്നെയാണ് ഈ പറയുന്ന ഫിസൽ ബോംബർ എന്ന് ജോൺ തിരിച്ചറിയുന്നതോടെയാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. എന്നാൽ ഇവന്റെ ജീവിതം എന്ന ആ ഒരു ലൂപ്പ് അതിങ്ങനെ അവസാനിക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ശേടാ ഇതൊക്കെ നടക്കുന്നതാണോ, ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം. സോ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ടൈം മിഷൻ അഥവാ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഞാൻ ചെയ്തു കഴിഞ്ഞ ഒരു മിസ്റ്റേക്കിനെ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വല്ല ടൈം മിഷൻ കിട്ടുകയാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് പോയി തിരുത്താം എന്ന് പറയുന്ന ഒരു തോട്ട് നമ്മൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്നാൽ സപ്പോസ് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് ആ ഒരു തെറ്റ് പോയി തിരുത്തുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്യാനുള്ള കാരണം പോലും ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇവഞ്ച്വലി നിങ്ങൾ അങ്ങോട്ട് പാസ്റ്റിലോട്ട് പോകാനും സാധിക്കില്ല, ആ ഒരു മിസ്റ്റേക്ക് എന്തായാലും സംഭവിക്കുകയും ചെയ്യും. ഇനി ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? അതായത് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോയി ഒരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് എന്ത് സംഭവിക്കും? എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഈവൻ ഒരു മനുഷ്യനോ എന്താ പറയുക ഒറിജിൻ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു കോഷ്യൽ ലൂപ്പ് എന്ന് പറയുന്നത്. ട്രൈ ജോൺ ജെയിൻ ഇതുകൂടാതെ ആ ഒരു ഏജന്റ് അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഗെയിം ചേഞ്ചറായിട്ട് നിൽക്കുന്നത് റോബർട്ട്സൺ ആണ്. നമ്മുടെ റോബർട്ട്സൺ പോലും ഈ ജോണിന്റെ മറ്റൊരു വേർഷൻ ആണെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പടം അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും ഈ പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സംശയിച്ചു പോകും. പക്ഷേ റോബർട്ട്സൺ ജോണിന്റെ മറ്റൊരു വേർഷൻ ആണെന്ന് ഒരു തെളിവും ഫിലിമിൽ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒരിക്കലും അദ്ദേഹം പറയുന്ന വി ആർ റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു ഡയലോഗും ഇതുകൂടാതെ അദ്ദേഹം ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് ഒരു ജോണിന്റെ വേർഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി എങ്ങാനും അദ്ദേഹം ജോണിന്റെ വേറൊരു വേർഷൻ ആണെങ്കിൽ ഈ ഒരു ടൈം ലൈനിൽ അദ്ദേഹത്തിനെ കൊണ്ട് വെക്കാനും നമുക്ക് സാധിക്കില്ല. ആ ഒരു എന്താ പറയുക ടൈം ലൈൻ മൊത്തം കൊളാപ്സ് ആവും. ഇങ്ങനെ കുറെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജോണിന്റെ മറ്റൊരു വേർഷൻ അല്ല റോബർട്ട്സൺ എന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം സ്ക്രിപ്റ്റ് ചെയ്തത് ഞാനൊന്നുമല്ല. ഇപ്പൊ റോബർട്ട്സൺ എന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം വീണ്ടും രണ്ടാമത് ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ആ ഒരു സിനിമ വേറൊരു രീതിയിലാണ് അനുഭവപ്പെടുക. ഇനി ഞാൻ ഈ ഒരു സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു ടൈം ട്രാവൽ പാരഡോക്സിനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്ത് പിടിച്ചു. കാരണം പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ പറയുന്ന ടൈം ട്രാവൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുള്ള ഒരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.